നമസ്കാരം. ജനഹിതം 2024 16-ാം ഭാഗത്തേക്ക് സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവന്നൂർ, പൊന്നാനി, തൃത്താല തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. ഇവിടുത്തെ ഇത്തവണത്തെ പ്രബല സ്ഥാനാർത്ഥികൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അഥവാ മുസ്ലിം ലീഗിൻ്റെ MP അബ്ദുൾ സമദ് സമദാനി മത്സരിക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ KS ഹംസ, NDAയുടെ സ്ഥാനാർത്ഥിയായി അഥവാ BJPയുടെ സ്ഥാനാർത്ഥിയായി നിവേദിത സുബ്രഹ്മണ്യൻ. ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ പരിശോധിച്ചാൽ തിരൂരങ്ങാടിയിൽ 12% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 51% പേർ UDFിൻ്റെ വിജയവും 33% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 20,972 വോട്ടുകൾ BJPക്കും 89,133 വോട്ടുകൾ UDFിനും 57,674 വോട്ടുകൾ LDFിനും ലഭിക്കാം. താനൂരിൽ 14% പേർ BJPക്ക് അനുകൂലമായും UDFിന് അനുകൂലമായി 47% പേരും LDFിന് അനുകൂലമായി 36% പേരും പ്രതികരിച്ചു. അതായത് 21,359 വോട്ടുകൾ BJPക്കും 71,707 വോട്ടുകൾ UDFിനും 54,925 വോട്ടുകൾ LDFിനും ലഭിക്കാം. തിരൂരിൽ 11% പേർ BJPക്ക് അനുകൂലമായും 48% പേർ UDFിന് അനുകൂലമായും 38% പേർ LDFിന് അനുകൂലമായും സംസാരിച്ചു. അതായത് 11,781 വോട്ടുകൾ BJPക്കും 81,956 വോട്ടുകൾ UDFിനും 64,881 വോട്ടുകൾ LDFിനും ലഭിക്കാം. കോട്ടയ്ക്കലിൽ 14% പേർ BJP വിജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ 52% പേർ UDF വിജയിക്കണമെന്നും 31% പേർ LDF വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നു. 22,390 വോട്ടുകൾ BJPക്കും 83,165 വോട്ടുകൾ UDFിനും 49,579 വോട്ടുകൾ LDFിനും ലഭിക്കാം. തവന്നൂരിൽ 11% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 38% പേർ UDFിൻ്റെ വിജയവും 47% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 16,656 വോട്ടുകൾ BJPക്കും 57,541 വോട്ടുകൾ UDFിനും ലഭിക്കാം. LDFിന് 71,170 വോട്ടുകളും. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ 14% പേർ BJP വിജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ 42% പേർ UDF വിജയിക്കണമെന്നും 45% പേർ LDF വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതായത് 20,359 വോട്ടുകൾ വരെ BJPക്കും 61,077 വോട്ടുകൾ UDFിനും 65,439 വോട്ടുകൾ LDFിനും ലഭിക്കാം. തൃത്താലയിൽ 18% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 44% പേർ UDFിൻ്റെ വിജയവും 35% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 27,415 വോട്ടുകൾ BJPക്കും 67,016 വോട്ടുകൾ UDFിനും 53,308 വോട്ടുകൾ LDFിനും ലഭിക്കാം. ആകെ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് 1,47,932 വോട്ടുകളും UDF സ്ഥാനാർത്ഥിക്ക് അഥവാ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് 5,11,595 വോട്ടുകളും LDF സ്ഥാനാർത്ഥിക്ക് 4,16,976 വോട്ടുകളും ലഭിക്കാം. അതായത് ശ്രീ അബ്ദുൾ സമദ് സമദാനി 5,11,595 വോട്ടുകൾ നേടുമ്പോൾ ശ്രീ KS ഹംസ 4,16,976 വോട്ടുകൾ നേടും. BJP അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ 1,47,932 വോട്ടുകൾ വരെ നേടാം. അതായത് 94,619 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിൻ്റെ അഥവാ UDF സ്ഥാനാർത്ഥിയായ ശ്രീ അബ്ദുൾ സമദ് സമദാനി വിജയിക്കാനാണ് സാധ്യത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.